നിങ്ങളിൽ എത്ര പേര് ഈ ന്യൂസ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതായത് ഇന്റേണൽ മാർക്ക് അധ്യാപകർ നൽകുന്ന ദാനം അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ശിവൻകുട്ടി മന്ത്രി സാറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിൽ നിതിൻ എന്ന വിദ്യാർത്ഥി സൂയിസൈഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വാർത്ത വരാനുണ്ടായൊരു സാഹചര്യം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മുന്നേ എൻ്റെ പഠന കാലയളവിൽ നമ്മൾ ഇന്റേണൽ മാർക്ക് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇന്റേണൽ മാർക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷ ഒരു മാർക്ക് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് പോയി ഞാൻ ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്കത് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു മറുപടി എനിക്ക് കിട്ടുന്നില്ല. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ടാണ് ചോദിക്കുന്നത്. അവിടെ ആ ടീച്ചർ ഉണ്ട്, മറ്റുള്ള സ്റ്റാഫ്സ് ഉണ്ട്, മറ്റുള്ള ടീച്ചേഴ്സ് ഉണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്. ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല, ആരും ഇത് മൈൻഡാക്കുന്നില്ല. അത് ഞാനും ആ ടീച്ചറും തമ്മിലൊരു സംഭാഷണമായിട്ട് അവിടെ അങ്ങനെ മാറണം. പിന്നീട് വളരെ വിഷമത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അത് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇന്റർണൽ മാർക്കിനൊക്കെ എത്രയാണ്. പക്ഷേ അതല്ല, നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന്, നമ്മൾ ചെയ്യുന്ന വർക്കിന് അവരൊരിക്കലും നമുക്ക് മാർക്ക് തരില്ല. അവിടെ അവരുടെ മാർക്കിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പെർഫോമോ നമ്മൾ ചെയ്ത വർക്കുകളോ ഒന്നുമല്ല, വേറെ പലതും ആയിരിക്കും. ഞാൻ ഇതിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവരുടെ നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ പിന്നീടുള്ള സമയങ്ങളിൽ നമുക്ക് ഇതേ മാർക്ക് കിട്ടുമ്പോൾ നമ്മളിത് ചോദ്യം ചെയ്യാനോ മറ്റൊന്നിനോ നമ്മൾ പോകില്ല. കിട്ടിയെന്നുള്ളത് വെച്ചിട്ട് നമ്മളെ ഇരിക്കും. അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം റൈറ്റ്സ് ഉണ്ടെന്ന് അവർ പറയും. പക്ഷേ അഥവാ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താലേ പിന്നീട് നമ്മൾ അവിടെ അഹങ്കാരിയും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് കണക്റ്റ് ആവുന്നുണ്ടാവും. കാരണം ഞാനിത് അന്ന് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അന്ന് ഞാനെടുത്ത ഒരു ഡിസിഷൻ ഉണ്ട്. അഥവാ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും എനിക്ക് സമന്മാരായിരിക്കണം. ഒരു വേർതിരിവോ മറ്റോ ഒന്നും പാടില്ല. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷേ അത് കാണിക്കേണ്ടത് അവരുടെ എക്സാം പേപ്പറിലോ അവരുടെ ഇന്റേണൽ മാർക്കിലോ ഒന്നുമല്ല. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ.